ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറാണ്. SI മെയിൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബെയിലബിൾ ഒഫൻസ്, കൊഗ്നീസിബിൾ ഒഫൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ജുഡീഷ്യൽ പ്രൊസീഡിംഗ്, നോൺ കൊഗ്നീസിബിൾ ഒഫൻസ്, സമ്മൻസ് കേസ്, വാറൻറ്റ് കേസ്. ഇതോടൊപ്പം തന്നെ പോലീസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, കൊഗ്നീസിബിൾ കേസസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, നോൺ കൊഗ്നീസിബിൾ കേസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെയിലബിളും നോൺ ബെയിലബിളും ഒഫൻസാണ്. സെക്ഷൻ 2A CRPC ആണ് ബെയിലബിൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, എന്താണ്, ബെയിൽ കിട്ടുന്ന ഒഫൻസാണ്. ബെയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒഫൻസസിനെയാണ് ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കത് റൈറ്റായിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് ജാമ്യം തരാനായിട്ട് പോലീസിൽ നിന്ന് ജാമ്യം കിട്ടും. അതേസമയം നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, എസ്പെഷ്യലി ഹീനിയസ് ആയിട്ടുള്ള ക്രൈംസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ബട്ട് സ്റ്റിൽ ദെൻ ടു നിങ്ങൾക്ക് ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഇല്ല എന്നല്ല, ബട്ട് ചാൻസ് കുറച്ചുകൂടി ടൈറ്റാണ് നോൺ ബെയിലബിൾ ഒഫൻസിൽ. സോ നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്, ബെയിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒഫൻസാണ്. അപ്പോൾ ആ വേർഡിൽ തന്നെയാണ് സെക്ഷൻ 2A ആണ് ബെയിലബിൾ ഒഫൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഷെഡ്യൂൾ 1 ഓഫ് ദി CRPC ആണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. CRPCയുടെ ഷെഡ്യൂൾ 1 ഏതൊക്കെ ബെയിലബിൾ, ഏതൊക്കെ നോൺ ബെയിലബിൾ, ഏതൊക്കെ കോഡിൽ ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ റോബറി, മർഡർ ഇതൊക്കെ നോൺ ബെയിലബിളാണ്. അതേസമയം കുഞ്ഞു ഒഫൻസസ് ആയ മിസ്ചീഫ്, കുഞ്ഞ് തെഫ്റ്റൊക്കെ എന്താണ്, ബെയിലബിളാണ്. ബെയിലബിൾ ഒഫൻസ് എന്ന് പറയുന്നത് ബെയിൽ നമുക്ക് കിട്ടും. പോലീസ് ഓഫീസേഴ്സ്, കോർട്സ്, മജിസ്ട്രേറ്റ്സ്, സെഷൻസ് ജഡ്ജ്, ഹൈക്കോടതിയൊക്കെ ബെയിലിൽ ഒരാളെ വിടാം. നോൺ ബെയിലബിൾ കേസസിൽ ബെയിൽ കിട്ടത്തില്ല. പക്ഷേ സെക്ഷൻ 437 CRPC അനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ബെയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നോൺ ബെയിലബിൾ ഒഫൻസിൽ. അതേസമയം ഡെത്തോ ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ ഉള്ള ഒഫൻസാണ് നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ബെയിൽ കിട്ടില്ല. അതുപോലെ സെഡീഷനിലൊക്കെ ആണെങ്കിൽ ബെയിൽ കിട്ടാൻ സാധ്യതയില്ല. സെഡീഷൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞു. SJ ബോംബാർഡ്ക്രേ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലാണ് സെഡീഷൻ എന്ത് ചെയ്തത്, സ്റ്റോപ്പ് ചെയ്തത്. അത് കഴിഞ്ഞാണ് നമ്മുടെ പുതിയ BNSS ഒക്കെ വന്നത്. BNSS എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതിനെപ്പറ്റി ഒരു ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സാധനങ്ങൾ അറിഞ്ഞിരിക്കുക. ഓൾഡ് CRPC അറിഞ്ഞാൽ മാത്രമേ പുതിയ BNSS പഠിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സെക്ഷൻ 2C ഓഫ് CRPC ആണ്. അതിലാണ് C എന്ന് പറയുമ്പോൾ ഓർക്കുക, കൊഗ്നീസിബിൾ ഒഫൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒഫൻസസിനെ നമുക്ക് കൊഗ്നീസിബിൾ എന്നും നോൺ കൊഗ്നീസിബിൾ എന്നും പറയാം. കൊഗ്നീസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊഗ്നിസൻസ് എന്ന് പറഞ്ഞ സാധനമാണ്. അതായത് അതിന് വേറൊരാളുടെയും അനുമതി വേണ്ട, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ അനുമതി വേണ്ട കൊഗ്നീസിബിൾ ഒഫൻസിൽ. അതേസമയം നോൺ കൊഗ്നീസിബിൾ ഒഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ അനുമതി ഇല്ലാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊഗ്നീസിബിൾ ഒഫൻസിന് എന്ത് വേണ്ട, വാറൻ്റ് ആവശ്യമില്ല. അതേസമയം നോൺ കൊഗ്നീസിബിൾ ഒഫൻസിനോ വാറൻ്റ് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് കൊഗ്നീസിബിൾ, ഏതൊക്കെയാണ് നോൺ കൊഗ്നീസിബിൾ ഒഫൻസ് എന്നതും ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വളരെ ഹീനിയസ് ആയിട്ടുള്ള ഒഫൻസസ്, ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ചാൽ പോലീസിൻ്റെ കൺമുന്നിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുകയാണ് ഒരാളെ കൊന്നിരിക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അവിടെയും വാറൻറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഒഫൻസ് അത്രയും ഹീനിയസ് ആണ്. ഇനി സെക്ഷൻ 41 CRPC അതാണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ കൊഗ്നിസിബിൾ ഒഫൻസ് പഠിക്കുമ്പോൾ സെക്ഷൻ 41 CRPC അനുസരിച്ചിട്ട് പോലീസിന് ആരെയൊക്കെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കൊഗ്നിസിബിൾ ഒഫൻസ് ചെയ്യുന്ന ആൾ. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞൊരു പ്രൊക്ലെയിംഡ് ഒഫൻഡർ. ഒരാളെ നമ്മൾ പ്രൊക്ലെയിംഡ് ഒഫൻഡറായിട്ട് കോടതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അയാളെ എവിടെ കണ്ടു കഴിഞ്ഞാലും പോലീസിന് വാറണ്ട് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സ്ട്രാഡിറ്റബിൾ ഒഫൻസ്, അതായത് നിങ്ങൾ നാട് കടത്താൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ അറസ്റ്റ് ചെയ്യാം. ആർമിയിൽ ചേർന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഒളിച്ചോടി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആൾ, ഡെസേർട്ടർ ഓഫ് ആർമി ആണെങ്കിലും അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ റിലീസ്ഡ് കൺവിക്റ്റ് ഇല്ലേ, അവരെയും പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹൗസ് ബ്രേക്കിംഗ് ടൂള്, സ്റ്റോളൻ പ്രോപ്പർട്ടി കൈവശപ്പെടുത്തി നിൽക്കുന്ന ആളിനെയും പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അത് സെക്ഷൻ 41 CRPCയിൽ വൃത്തിക്ക് പറയുന്നുണ്ട്, നമ്മളത് വീണ്ടും പഠിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓർക്കുക,
ഓർക്കാൻ വേണ്ടി പറയുന്നത് കോഗ്നിസബിൾ ഒഫൻസും നോൺ കോഗ്നിസബിൾ ഒഫൻസും രണ്ടാണ്. കോഗ്നിസബിൾ ഒഫൻസിന് എന്ത് വേണ്ട, വാറൻറ്റിൻ്റെ ആവശ്യമില്ല. അതേസമയം നോൺ കോഗ്നിസബിൾ ഒഫൻസിന് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കോടതിയുടെ പെർമിഷനാണ് എന്ത്, വാറൻറ്റ്. അത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ്. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സെക്ഷൻ 2D ഓഫ് CRPC പ്രകാരം, സെക്ഷൻ 2D ഓഫ് CRPC ആണ് കംപ്ലൈൻറ്റ് എന്താണെന്ന് പറയുന്നത്. കംപ്ലൈൻറ്റ് ഒന്നുമല്ല, എന്താണ്? ഇറ്റ്സ് എൻ അലിഗേഷൻ. എന്താണ്? ഒരു അലിഗേഷനാണ്. ഒരു പേഴ്സൺ ഒരു അലിഗേഷൻ പറയണം. അലിഗേഷൻ എന്ന് വെച്ചാൽ ഒരാളെ പറ്റി കുറ്റം ആരോപണം ചെയ്യുന്നു, ആ ഒരു സംഭവമാണ് അലിഗേഷൻ. അപ്പോൾ ഒരാളെ പറ്റി ഒരു അലിഗേഷൻ ആരോപണം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത്? ഒന്നുകിൽ വാക്കാൽ പറയാം, ഓറലി പറയാം, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ട് എഴുതി പറയാം. ആർക്ക് പറയുന്നു? ആരോട് പറയുന്നു? മജിസ്ട്രേറ്റിനോട് പറയുന്നു. അതാണ് കംപ്ലൈൻറ്റ്. അല്ലാതെ പോലീസിന് കൊടുക്കുന്നതല്ല കംപ്ലൈൻറ്റ്. യു ഷുഡ് നോ ദ ഡിഫറൻസ്. സെക്ഷൻ 2D CRPC വൃത്തിക്ക് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് എ പേഴ്സൺ, അലിഗേഷൻ മെയ്ഡ് ബൈ എ പേഴ്സൺ. അയാൾ ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന അലിഗേഷനെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ മജിസ്ട്രേറ്റിന് പരാതിയായിട്ട് കൊടുക്കുന്നത്? ബിക്കോസ് അയാളൊരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആക്ഷൻ എടുക്കുക, കോഗ്നിസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സെക്ഷൻ 2D ഓഫ് CRPC. പോലീസിന് നിങ്ങൾ എഴുതി കൊടുക്കുന്നത്, നമ്മൾ ആര് പോലീസിന് ഒരു സാധനം എഴുതി കൊടുത്താലും കംപ്ലൈൻ്റ് എന്ന് പറയുന്നാൽ പോലും അത് കംപ്ലൈൻറ്റ് CRPCയുടെ കംപ്ലൈൻറ്റിൽ വരില്ല. CRPCയുടെ കംപ്ലൈൻറ്റ് പ്രകാരം ഒരാൾ വേറൊരാളെ പറ്റിയൊരു അലിഗേഷൻ മജിസ്ട്രേറ്റിനോട് കൊടുക്കുന്നതിനെയാണ് കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷനാണ് ഇൻവെസ്റ്റിഗേഷനും എൻക്വയറിയും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ നടത്തുന്ന, എന്തിന് നടത്തുന്ന, എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എല്ലാ പ്രൊസീജിയേഴ്സിനെയും ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ വെച്ചാൽ എന്താണ്? ഓൾ ദി പ്രൊസീഡിങ്സ് കണ്ടക്റ്റഡ് ബൈ ദി പോലീസ് ഫോർ ദി കളക്ഷൻ ഓഫ് എവിഡൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് നടത്തുന്ന എല്ലാ പ്രൊസീഡിങ്സിനെയും ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിലോ മജിസ്ട്രേറ്റ് ഒരാളെ ഓതറൈസ് ചെയ്യും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്, അയാൾ ചെയ്യുന്നത് എന്തും ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോഴും മജിസ്ട്രേറ്റ് ഡയറക്റ്റ്ലി അല്ല ചെയ്യുന്നത്, മജിസ്ട്രേറ്റ് ഒരാളെ ഓതറൈസ് ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇനി 2G. അപ്പോൾ 2H ഇൻവെസ്റ്റിഗേഷൻ, 2G എൻക്വയറി. എൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ അല്ലാതെ മജിസ്ട്രേറ്റ് നടത്തുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ എൻക്വയറീസിനെയുമാണ് നമ്മൾ ഇൻക്വയറി എന്ന് പറയുന്നത്. ഇൻക്വയറി മീൻസ് എവറി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്റ്റഡ് ബൈ മജിസ്ട്രേറ്റ് ഓർ കോർട്ട്. CRPCയിലെ കോടതിയോ മജിസ്ട്രേറ്റോ അവർ നടത്തുന്ന, ട്രയൽ അല്ലാതെ നടക്കുന്ന എല്ലാ എൻക്വയറിനെയുമാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്വയറി എന്ന് പറയുന്നത്. ഇൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ആദ്യം, ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പോലീസിൻ്റെ പരിധി വരുന്ന കാര്യമാണ്. ഇൻക്വയറിയും ട്രയലും എന്ന് പറയുന്നത് ആരുടെ പരിധി വരുന്നതാണ്? നമ്മുടെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കോടതിയുടെ പരിധിയിൽ വരുന്നതാണ്. അതേസമയം ട്രയൽ എന്ന് പറയുന്നത് ഇൻക്വയറിയുടെ ഇൻക്ലൂഷനിൽ വരില്ല. ഓക്കെ, അതായത് ട്രയൽ എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് നടത്തുന്ന ഒരു പ്രൊസീജിയറാണ്, പക്ഷേ അതിൽ എന്ത് വരില്ല? ഇൻക്വയറി വരില്ല. അതെവിടെ പറയുന്നു? സെക്ഷൻ 2Gയിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. സെക്ഷൻ 2Hഉം 2Gയും. ഓക്കെ, എത്ര പേര് ഇതിങ്ങനെ കൃത്യമായിട്ട് എടുത്ത് പഠിപ്പിക്കുന്നു എനിക്കറിയില്ല, ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ, എൻക്വയറി ആൻഡ് ട്രയൽ. ഓക്കെ, അപ്പം നിങ്ങളൊരു പോലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ സാധിക്കുകയുള്ളൂ? കളക്ഷൻ ഓഫ് എവിഡൻസ് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ നടത്താൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എവിഡൻസ് കളക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് സമൻസ് കേസ്. സമൻസ് കേസ് എന്ന് വെച്ചാൽ കുഞ്ഞു കേസാണ്. അത് 2 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള കേസസിനെയാണ് സമൻസ് കേസ് എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സമൻസ് കേസിന് ഒരു സമൻസ് അയച്ചാൽ മതി. ഓക്കെ, സമൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരാളെ കോടതിയുടെ മുന്നിൽ ഹാജരാകൂ എന്ന് പറയുന്ന ഒരു സാധനമാണ് സമൻസ്. അപ്പോൾ ആ സമൻസ് കേസ് എന്ന് പറയുന്നത് 2 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള അതിൻ്റെയും സമൻസ് കേസായിട്ട് പറയും. അപ്പോൾ 2 വർഷത്തിൽ കൂടുതലാണെങ്കിലോ അത് വാറണ്ട് കേസ്. ഓക്കെ, വാറണ്ട് കേസ് എന്ന് പറയുന്നത് 2 വർഷത്തിൽ കൂടുതലും ഡെത്തോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ വരുന്ന പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസസിനെയാണ് വാറണ്ട് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 വർഷത്തിൽ താഴെയാണെങ്കിൽ സമൻസ്, 2 വർഷത്തിൽ മുകളിലാണെങ്കിൽ വാറണ്ട്. ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് പണിഷ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇവരെ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നത്.
ഇനി അടുത്തത് ഇവരെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഒരു ടേബിൾ കിട്ടിയപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നുള്ളേ ഉള്ളൂ. സമൻസ് കേസ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്ലൈൻറ്റിൻ്റെ ബേസിസിലാണ് വരുന്നത്. ഇവിടെ ചാർജ് എന്ന് പറഞ്ഞ സാധനം എസെൻഷ്യൽ അല്ല. ഓക്കെ, കംപ്ലൈൻറ്റിന് എപ്പോൾ വേണോ കേസ് വിഡ്രോ ചെയ്യാം. അങ്ങനെ കേസ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അക്യൂസിനെ വെറുതെ വിടും. ഓക്കെ, വാറണ്ട് കേസ് എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ടിൽ വരുന്നതാണ്. ഇവിടെ ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. മജിസ്ട്രേറ്റിന് ഇപ്പോൾ ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ അക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺവിക്റ്റ് ചെയ്യാം. ഓക്കെ, അക്യൂസ്ഡിന്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് പോലീസുകാരുടെ അവരുടെ ഇൻഫർമേഷൻ. പോലീസിന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ 2H അല്ലേ, 2H ഓഫ് CRPC. ചാപ്റ്റർ 12 ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിലബസിലുള്ളതുകൊണ്ട് ഇതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. കാരണം നമ്മൾ കോഗ്നിസബിളും നോൺ കോഗ്നിസബിളും ഒക്കെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൂടെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ സെക്ഷൻസ് എല്ലാം കാണാതെ പഠിച്ചു വയ്ക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ ചാപ്റ്റർ 12 നമുക്ക് കടക്കാം. FIR. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അതായത് നിങ്ങൾക്കൊരു കോഗ്നിസബിളോ, നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. കോഗ്നിസബിളോ നോൺ കോഗ്നിസബിളോ ഇൻഫർമേഷൻ കിട്ടുകയാണ്. ആ ഇൻഫർമേഷനെയാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻഫർമേഷനെ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ പേപ്പറിൽ എഴുതി വാങ്ങിച്ച് അയാളെന്ന് ഒപ്പിട്ട് നിങ്ങൾ കൈ വയ്ക്കുന്നു. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ കിട്ടിയ ഇൻഫർമേഷനാണ്. അതിൽ നിന്നാണ് ക്രിമിനൽ ലോ എന്ത് ചെയ്യുന്നത്, സെറ്റ് ഇൻ ടു മോഷൻ. അതായത് ഒരു ക്രിമിനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് FIRൽ നിന്നാണ്. അപ്പം നോൺ കോഗ്നിസബിൾ ഒഫൻസസിൽ പോലീസ് ഓഫീസറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം അതിൻ്റെ ഇൻഫർമേഷൻ പോലീസ് ഡയറിയിൽ എഴുതിയിട്ട് ഇൻഫർമേൻ്റെ അടുത്ത് പറയും. അതായത് നിങ്ങൾ പോലീസ് ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ വന്നിട്ട് ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസസിൻ്റെ കാര്യം വന്ന് പറയുകയാണ്. അപ്പോൾ ഈ നോൺ കോഗ്നിസബിൾ ഒഫൻസിൻ്റെ വന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ ആ ഒരു സംഭവം നേരെ പോലീസ് ഡയറി എഴുതിയിട്ട് പറയും, നിങ്ങൾ നേരെ മജിസ്ട്രേറ്റിനെ പോയി കാണുക എന്ന് പറയും. ഓക്കെ, അതേസമയം കോഗ്നിസബിൾ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അയാൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. FIR രജിസ്റ്റർ ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോഗ്നിസൻസ് എടുക്കണമെങ്കിൽ ഒരു അതോറിറ്റി നിങ്ങളടുത്ത് പറയണം നിങ്ങൾ കോഗ്നിസൻസ് എടുത്തോന്ന്. അപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റിയാണ് മജിസ്ട്രേറ്റ്. അപ്പോൾ ആ മജിസ്ട്രേറ്റ് പറയുകയാണ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട, കാരണം ഇതിൽ കഴമ്പൊന്നുമില്ല, വെറുതെ വന്ന് പറയുകയാണെങ്കിൽ ദേ ഷുഡ് നോട്ട് ഇൻവെസ്റ്റിഗേറ്റ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് കോഗ്നിസബിൾ കേസ് എങ്ങനെയൊക്കെ അന്വേഷിക്കാൻ സാധിക്കുമോ ആ രീതിയിലേക്ക് ഒരു പോലീസ് ഓഫീസറിന് അന്വേഷിക്കാൻ സാധിക്കും. ഏത് കേസ്? നോൺ കോഗ്നിസബിൾ കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കോഗ്നിസബിൾ ഒഫൻസ് നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കോഗ്നിസബിൾ കേസിൽ നിങ്ങൾക്ക് ആരെ വേണോ എപ്പോൾ വേണോ അറസ്റ്റ് ചെയ്യാം, ആ രീതിക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് ചെയ്യാം. അതേസമയം നോൺ കോഗ്നിസബിൾ കേസിലാണെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് വന്ന് ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, പോലീസ് ഡയറിയിൽ എഴുതുക. എന്നിട്ട് ഇൻഫർമേൻ്റെ അടുത്ത് പറയുക, നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോവുക. എന്നിട്ട് മജിസ്ട്രേറ്റ് അവിടെ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു പോലീസിന്. പോലീസ് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. എങ്ങനെ ഒരു കോഗ്നിസബിൾ കേസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതുപോലെ നോൺ കോഗ്നിസബിൾ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഹി ഷാൽ നോട്ട് അറസ്റ്റ് ഓർ സെർച്ച് വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പാടില്ല. ഇഫ് ദ പോലീസ് ഓഫീസർ മേക്സ് ആൻ ഇൻവെസ്റ്റിഗേഷൻ വിത്തൗട്ട് ഓർഡേഴ്സ് ദെൻ ഹിസ് റിപ്പോർട്ട് ഇറ്റ്സെൽഫ് വിൽ ബി കൺസ്ട്രൂഡ് as complaint. ഓക്കെ, അപ്പം പോലീസ് ഓഫീസർ ഇപ്പം നിങ്ങൾ അറിയാതെ അത് ഇൻവെസ്റ്റിഗേഷൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ. അപ്പം നിങ്ങൾ എന്തായിട്ട് കൺസ്ട്രൂ ചെയ്യും, നിങ്ങളെ കംപ്ലൈനൻ്റ് ആയിട്ട് കോടതി ധരിക്കും. കൺസ്ട്രൂ മീൻസ് ധരിക്കുക. ഓക്കെ, ഇനി കോഗ്നിസബിൾ കേസസിൽ സെക്ഷൻ 154 CRPC അനുസരിച്ചാണ് പോലീസ് FIR റെക്കോർഡ് ചെയ്യുന്നത്. ഓറൽ ആണെങ്കിൽ അതിന് റൈറ്റിംഗിൽ റെഡ്യൂസ് ചെയ്തിട്ട് അത് റൈറ്റിംഗിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് ഇൻഫോർമെൻറ്റിനേക്ക് വായിച്ച് കേൾപ്പിക്കുകയും ആ ഇൻഫർമേൻ്റ് അത് സൈൻ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ സൈൻ ചെയ്ത ഇൻഫർമേഷൻ്റെ സബ്സ്റ്റൻസ് ഒരു പോലീസ് ഡയറിയിൽ എഴുതും. ഓക്കെ, ആ കോപ്പി ഓഫ് FIR ഇൻഫോർമെൻറ്റിന് കൊടുക്കുകയും ഇപ്പോൾ ടെലിഫോണിക് മെസ്സേജ് വഴിയാണ് SIക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ റെക്കോർഡ് ചെയ്യുകയും അത് പ്രൊസീഡ് ചെയ്യുകയും ചെയ്യുക.
FIR എടുക്കാൻ ഇപ്പം നിങ്ങളത്തെ ഒരാൾ വന്ന് ഇൻഫർമേഷൻ പറയുന്നു. ഓക്കെ, നിങ്ങൾ പോലീസ് ഓഫീസറാണ്, നിങ്ങളത്തെ ഒരാൾ വന്ന് ഇൻഫർമേഷൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, FIR എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന, ആ ഇൻഫർമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, അയാൾക്ക് SP ഒരു ഇൻഫർമേഷൻ പോസ്റ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ നേരിട്ട് SP കൊടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങുക. അതിനുശേഷം നേരെ മജിസ്ട്രേറ്റിന് ഒരു ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന, ഫോർവേഡ് ടു പോലീസ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പം മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യാനായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ FIR എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? FIR എല്ലാ കേസിനും, കോഗ്നിറ്റീവ് ആയിട്ടുള്ള എല്ലാ കേസിനും FIR എടുക്കണം എന്നാണ് പല കേസസിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. ഞാൻ കേസ് ലോ നിങ്ങൾക്ക് ചോദിക്കണോ നോക്കിയതിന് ശേഷം ഞാൻ കേസ് ലോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. അതർവൈസ് സെക്ഷൻ മാത്രം പഠിച്ച് പോയാലും മതി. ഓക്കെ, ബട്ട് സ്റ്റിൽ ചില കേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചേർത്ത് ഞാനൊരു ക്ലാസ് ഇടാം. ഓക്കെ, അപ്പം പോലീസ് ഓഫീസർ FIR എന്ത് ചെയ്തു? എഴുതിയെടുത്തു. FIR എടുത്തില്ല എന്നുണ്ടെങ്കിൽ SP കൊടുക്കാം. SP കൊടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറയാം. അപ്പോൾ SP എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. ഇനി FIRൻ്റെ വാല്യൂ എന്താണ്? എന്തിനാണ് ഈ FIR? FIR ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന FIR എന്ത് വാല്യൂ ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് അല്ല. അതായത് FIR വെച്ചുകൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. അതാണ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എവിഡൻസ് മാത്രം മതി ഒരാളെ ശിക്ഷിക്കാൻ. ഓക്കെ, അതേസമയം കൊറോബറേറ്റീവ് എവിഡൻസ് ഉണ്ട്. അത് കൊറോബറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പീസ് ഓഫ് എവിഡൻസ് ആണ്, ഒരു ജിക്സാ പസിൽ പോലെയാണ്. അപ്പോൾ കൊറോബറേറ്റീവ് പീസിന് പല സാധനങ്ങളെടുത്ത് ജിക്സാ പസിൽ നമ്മൾ ഓരോ പസിൽ എടുത്ത് വെച്ച് നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. അത് എല്ലാ സാധനവും എടുത്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ പറ്റൂ. അതാണ് കൊറോബറേറ്റീവ് പീസ് ഓഫ് എവിഡൻസ്. അപ്പം കോൺട്രഡിക്റ്റ് ചെയ്യാനും കൊറോബറേറ്റ് ചെയ്യാനും മാത്രമേ FIR ഉപയോഗിക്കാൻ പറ്റൂ. FIR കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, ഇറ്റ്സ് നോട്ട് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. പക്ഷേ അതൊരു വൈറ്റൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വൈറ്റൽ പീസ് ഓഫ് എവിഡൻസ് ആണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് കേട്ടോ. വൈറ്റൽ പീസ് ഓഫ് എവിഡൻസ് ആണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് സെക്ഷൻസും അതിൻ്റെ ഓർഡറുമാണ്. 154 അനുസരിച്ചിട്ട് കോഗ്നിസബിൾ കേസിന് ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുന്നു. 154 അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പോലീസിന് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് 156 പറയുന്നത്. അത് കഴിഞ്ഞ് 157, 158, 159 ഇതിനിടയ്ക്കൊരു സെക്ഷൻ വരുന്നുണ്ട് 155. അത് നോൺ കോഗ്നിസബിൾ കേസിൻ്റെ ഇൻഫർമേഷൻ വരുമ്പോൾ പോലീസ് എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 154, 156, 157, 158, 159 ഇത് മൊത്തം ഒരുമിച്ച് പഠിക്കുക. അതിനുശേഷം 155 പഠിക്കുക. ഓക്കെ, 154 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും റിലേറ്റിംഗ് ടു ദ കമ്മീഷൻ ഓഫ് കോഗ്നിസബിൾ ഒഫൻസ് ഓറലി അല്ലെങ്കിൽ ഓറലി ഒരു പോലീസ് ഓഫീസറിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ടു റൈറ്റിംഗ്. 154 എന്ന് വെച്ച് കഴിഞ്ഞാൽ FIR ആണ് കേട്ടോ. റൈറ്റിങ്ങിൽ റെഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഇൻഫർമേഷൻ റൈറ്റിങ്ങിലായാലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സബ്സ്റ്റൻസ് ഒരു ബുക്കിൽ എഴുതിയതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന ഫോമിലേക്ക് ആക്കുക. ഓക്കെ, അതാണ് എവറി ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കമ്മീഷൻ ഓഫ് എ കോഗ്നിസബിൾ ഒഫൻസ്. കോഗ്നിസബിൾ ഒഫൻസിൻ്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഉടനെ തന്നെ അത് റൈറ്റിങ്ങിൽ എഴുതി അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന ഫോമിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഇനി ഇതൊരു 326 ആസിഡ് അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളും 354A, 354B, 354CD, സ്റ്റാക്കിങ്, വയറിസം ഇതെല്ലാം, പിന്നെ റേപ്പിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെ, അതായത് വുമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒഫൻസസ്, അതായത് വുമൻസിന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒഫൻസ് ആണെങ്കിൽ അത് കഴിവതും വുമൻ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വുമൻ ഓഫീസർ തന്നെ എഴുതിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അടുത്തത് അങ്ങനെ ഒരു ഒഫൻസ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 354, 354A, 354B, C, D, പിന്നെ 376 റേപ്പ് എല്ലാം വരുന്നത്. അതുപോലെ 509 ഇൻറ്റിമിഡേഷൻ, എന്താണ് സ്ത്രീകളുടെ അത് 509 IPC ഇത്രയും വരുന്ന സാധനങ്ങൾ വരുമ്പോൾ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പോലീസ് ഓഫീസർ എന്ത് ചെയ്യുക, അവരെ വീട്ടിൽ പോയി എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ആ റെക്കോർഡിങ് വീഡിയോഗ്രാഫ് ചെയ്യാം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അവിടെ പോയിട്ട് 164ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, അവിടുത്തെ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഇൻഫർമേഷൻ വളരെ ക്രൂഷ്യലുമാണ്. എന്നിട്ട് ഈ എഴുതിയെടുത്ത ഇൻഫർമേഷനെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇൻഫർമെൻറ്റിന് കൊടുക്കുക. അതാണ് FIRൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ അത് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ കൂടെയൊക്കെ കിട്ടും. തുണ എന്ന് പറഞ്ഞ കേരള പോലീസിൻ്റെ സൈറ്റുണ്ട്, അതിൽ കൂടെ കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ 154 ക്ലോസ് 3, അതായത് 156 നമ്മളൊരു സംഭവം ചെയ്യും.
അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരാൾ പരാതിയുമായിട്ട് വന്നു, നിങ്ങൾ എന്ത് ചെയ്തില്ല, അത് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്താണ് വഴി? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആ ഇൻഫർമേഷൻ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം പോസ്റ്റ് വഴി SP-ക്ക് അയച്ചു കൊടുക്കുകയും SP സൂപ്രണ്ട് ഓഫ് പോലീസിന് അത് സാറ്റിസ്ഫൈ ചെയ്തു, ഇൻഫർമേഷൻ കോഗ്നിസിബിൾ ഒഫൻസ് ആണെന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പുള്ളിക്ക് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു പോലീസ് ഓഫീസറിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, അത് അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് സാധാരണ ഒരു പോലീസ് ഓഫീസറിനുള്ള എല്ലാ പവറും ഉണ്ടാവും എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിങ്ങൾ SI ആയിട്ടിരിക്കുന്ന ഒരു കേസ്, നിങ്ങൾ SI ആയിട്ടിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വന്ന് പരാതി എന്ന് നിങ്ങൾ പരാതി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ അവർക്ക് SP-ക്ക് കൊടുക്കാം. സൂപ്രണ്ട് ഓഫ് പോലീസിന് കൊടുത്തതിന് ശേഷം സൂപ്രണ്ട് ഓഫ് പോലീസ് വേറൊരാൾ സബോർഡിനേറ്റ് ആയിട്ട് വയ്ക്കും ഈ കേസ് അന്വേഷിക്കാനായിട്ട്. ഓക്കെ, ഇനി 155 ആണ്. 154 നമ്മൾ കൊഗ്നിസിബിൾ കേസിൻ്റെ ഇൻഫർമേഷനാണ് പഠിച്ചത്. 155 ഇൻഫർമേഷൻ അസ് ടു നോൺ കൊഗ്നിസിബിൾ കേസും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമാണ്. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഒരു പോലീസ് ഓഫീസറിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഒന്നും കൂടെ റീറ്ററേറ്റ്, ഇത് സെക്ഷൻ ഞാൻ എടുത്തു വെച്ച് വായിക്കുന്നതാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എന്തെങ്കിലും ഒരു ഗൈഡ് വാങ്ങിച്ച് ലക്ഷ്യമെന്നോ എന്തെങ്കിലും ഗൈഡൊക്കെ വാങ്ങിച്ചിട്ട് പഠിക്കുന്നുണ്ടാകും. പക്ഷേ ഗൈഡ് വായിച്ച് പഠിക്കുന്നേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ CRPC ബുക്ക് വായിച്ച് പഠിക്കേണ്ടത്. കാരണം പോലീസ് ഓഫീസറാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത്, മൊഴി പറയേണ്ടതും പോലീസ് മീൻസ് നമ്മളവിടെ ഒന്ന് കോടതിയിൽ വന്ന് മൊഴി പറയേണ്ടതും പോലീസ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും പുതിയ ആക്റ്റും എല്ലാം വായിച്ചിരിക്കണം. എല്ലാ ആക്റ്റോടെ തന്നെ വായിച്ചിരിക്കാം. ഞാൻ എപ്പോഴും പറയില്ലേ, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെയർ ആക്ട് വായിക്കണം എന്ന് പറയുന്ന പോലെ പോലീസ് ഓഫീസേഴ്സ് ഉറപ്പായിട്ടും നമ്മുടെ CRPCയും IPCയും എവിഡൻസ് ആക്റ്റും അതുപോലെ തന്നെ പുതിയ ആക്ട്സും എല്ലാം വായിച്ചിരിക്കണം. സെക്ഷൻ തന്നെ എടുത്തു വെച്ച് വായിച്ചെന്ന് വെച്ചാൽ സെക്ഷനിലെ ഓരോ വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സെക്ഷൻ 155 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇൻഫർമേഷൻ ഇസ് ഗിവൺ ടു ആൻ ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഓഫ് ദി കമ്മീഷൻ വിത്തിൻ ലിമിറ്റ്സ് ഓഫ് സച്ച് സ്റ്റേഷൻ ഓഫ് എ നോൺ കോഗ്നിസിബിൾ ഒഫൻസ്. നോൺ കോഗ്നിസിബിൾ ഒഫൻസ് നമ്മുടെ സ്റ്റേഷൻ ലിമിറ്റഡ് പരിധിക്ക് വന്നിട്ട് നമുക്ക് അതിന് ഇൻഫർമേഷൻ വരികയാണെങ്കിൽ അതൊരു ഇൻഫർമേഷൻ ഒരു ഡയറിയിൽ എഴുതിയെടുക്കുക. ഓക്കെ, അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാണാൻ പോകാൻ പറയാം. ആരടുത്ത്? ഇൻഫർമേൻ്റെ അടുത്തിന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി കാണൂ. എന്നിട്ട് മജിസ്ട്രേറ്റ് ഓർഡർ എന്നാൽ മാത്രമേ നമുക്കത് അന്വേഷിക്കാൻ പറ്റൂ. കാരണം ഇത് നോൺ കോഗ്നിസിബിൾ കേസ് ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യാണ്? പവർ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോൺ കോഗ്നിസിബിൾ കേസ് അന്വേഷിക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ആരുടെയാണ് പവർ വേണ്ടത്? മജിസ്ട്രേറ്റ് ഹാവിങ് പവർ ടു ട്രൈ സച്ച് കേസ്. ഒന്നുകിൽ ആ കേസ് ട്രൈ ചെയ്യാനായിട്ടുള്ള പവർ, ട്രൈ മീൻസ് ട്രയൽ നടത്താനുള്ള പവർ, അല്ലെങ്കിൽ കമ്മിറ്റ് ദ കേസ് ഫോർ ട്രയൽ. സെഷൻസ് കോടതി, ഇപ്പോൾ മർഡർ കേസൊക്കെ ആണെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യാനുള്ള പവറുള്ള മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ ഒരു കേസ് എന്ത് ചെയ്യാൻ പറ്റില്ല? നോൺ കോഗ്നിസിബിൾ കേസ് അന്വേഷിക്കാൻ സാധിക്കുന്നതല്ല. ഓക്കെ, അങ്ങനെ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഗ്നിസിബിൾ കേസ് എങ്ങനെയാണോ അന്വേഷിക്കുന്നത് അതുപോലെ അന്വേഷിക്കാം. പക്ഷേ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി 2-3 കേസ് ഒരുമിച്ച്, 2-3 സെക്ഷൻസ് ഒരുമിച്ച് കിടക്കണം. ഒന്ന് കോഗ്നിസിബിളും ഒന്ന് നോൺ കോഗ്നിസിബിളും കേസാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കോഗ്നിസിബിൾ കേസായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു കേസ് കോഗ്നിസിബിളായി എല്ലാം കോഗ്നിസിബിൾ കേസായിട്ട് കണക്കാക്കും. ഇപ്പം ഞാൻ പറയാം, ഒരു തെഫ്റ്റ്, ഒരു റോബറി, ഒരു ഡെക്കോയിറ്റി, ഇത് ഇത്രയുണ്ടെന്ന് വെച്ചു. ഡെക്കോയിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഗ്നിസിബിൾ ഒഫൻസ്. അപ്പം ഡെക്കോയിറ്റിയും ഉള്ളത് കൊണ്ട് ബാക്കി ഇപ്പോൾ റോബറിയും ഡെക്കോയിറ്റിയും കോഗ്നിസിബിളാണ്, മറ്റേത് നോൺ കോഗ്നിസിബിളാണ്. അപ്പോൾ തെഫ്റ്റ് നോൺ കോഗ്നിസിബിൾ ആയതുകൊണ്ട് മൊത്തത്തിൽ അയാൾ ചെയ്ത മൊത്തം എന്തില്ല? നോൺ കോഗ്നിസിബിൾ ആവില്ല. ബിക്കോസ് ഒരു കോഗ്നിസിബിൾ കേസ് ഉണ്ട്. അപ്പം കോഗ്നിസിബിളും നോൺ കോഗ്നിസിബിളും മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോഗ്നിസിബിൾ കേസ് എങ്ങനെയാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു ക്ലോസ് 4 പറയുന്നത്. Where a case related to 2 or more offense of which at least one is cognizable, the case shall be deemed to be a cognizable case. Okay, അടുത്ത ഇതിലേക്ക് പോവാം. ഇനി പോലീസ് ഓഫീസർ ടു ഇൻവെസ്റ്റിഗേറ്റ് കോഗ്നിസിബിൾ കേസ്. അപ്പോൾ കോഗ്നിസിബിൾ കേസിന് നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ പവർ ഇല്ലാതെ നിങ്ങൾ ഇൻഫർമേഷനൊക്കെ എഴുതിയെടുത്തു. എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ അങ്ങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ അവിടെ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം കോഗ്നിസിബിൾ കേസാണ് അല്ലേ. Any officer in charge of police station may, without the order of magistrate, investigate any cognizable case which a court having jurisdiction over the local area within the limits of such station which have
പവർ ടു ഇൻക്വയർ ആൻഡ് ട്രൈ അണ്ടർ പ്രൊവിഷൻ ചാപ്റ്റർ 13. അതായത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിലുള്ള കൊഗ്നിസിബിൾ ഒഫൻസസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രൈ ചെയ്യാനോ ഇൻക്വയർ ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഒരു പോലീസ് ഓഫീസറിനെയും നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പവർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഈ മൊത്തം ഇൻവെസ്റ്റിഗേഷനും ഫോൾസ് ആണ് അല്ലെങ്കിൽ ഫ്രിവിലസ് ആണെന്നും പറഞ്ഞിട്ട് വെറുതെ വിടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് 156 ക്ലോസ് 2 പറയുന്നത്. നോ പ്രൊസീഡിംഗ് ഓഫ് പോലീസ് ഓഫീസർ എനി സച്ച് കേസ് ഷാൾ അറ്റ് എനി സ്റ്റേജ് ബി കോൾഡ് ഇൻ ക്വസ്റ്റ്യൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് കേസ് വാസ് വൺ വിത്ത് സച്ച് ഓഫീസർ വാസ് നോട്ട് എംപവേർഡ് അണ്ടർ ദിസ് സെക്ഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, അടുത്തത് ആർക്ക് വേണോ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ 190 അനുസരിച്ച് കംപ്ലയിൻറ്റ് പ്രകാരം മജിസ്ട്രേറ്റിന് ഒരാളെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ളതിനെയും ഇത് വെച്ചാണ് പറയുന്നത്. 157 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഓഫീസർ ഇൻ ചാർജ് ഓഫ് പോലീസ് സ്റ്റേഷൻ ഒരു കമ്മീഷൻ ഓഫ് ഒഫൻസ് അയാൾ 156 പ്രകാരം ഒഫൻസ് ഉണ്ട്. അപ്പം അത് നടന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് എഴുതി മജിസ്ട്രേറ്റിന് കൊടുത്തു. ഓക്കെ, അപ്പം ഒന്നുകിൽ മജിസ്ട്രേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് കംപ്ലയിൻ്റ് എന്നൊരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്ത അനുസരിച്ചിട്ട് പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് റിപ്പോർട്ട് കൊടുക്കാം, 156 പ്രകാരം ഉള്ള റിപ്പോർട്ട് കൊടുക്കാം. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തു. അപ്പോൾ മജിസ്ട്രേറ്റിന് ഇവിടെ 5-6 കുറച്ച് പവേഴ്സ് ഉണ്ട്. അതൊന്നെന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ പോലീസ് റിപ്പോർട്ടിൽ മേൽ കൊഗ്നിസൻസ് എടുക്കാം, എന്നിട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് മജിസ്ട്രേറ്റിന് ഒരു സബോർഡിനേറ്റ് ഓഫീസറിനോ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നതനുസരിച്ച്, ജനറലോ സ്പെഷ്യൽ ഓർഡറിലോ പറയുന്നതനുസരിച്ച് അതിനനുസരിച്ചിട്ട് പോയി ആ സ്പോട്ടിൽ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഡിസ്കവറി അല്ലെങ്കിൽ അറസ്റ്റ് ഓഫ് ദി ഒഫൻഡർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മജിസ്ട്രേറ്റിന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് വെൻ ഇൻഫർമേഷൻ ആസ് ടു, അതായത് ഇപ്പം സീരിയസ് നേച്ചർ അല്ല, ഒരു ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് നേച്ചർ അല്ല. ഓക്കെ, ഇൻഫർമേഷൻ ഒഫൻസിൽ നടത്തിയ ഒരു ഒഫൻസ് നടന്നു എന്നുള്ള ഇൻഫർമേഷൻ സീരിയസ് നേച്ചർ അല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സ്പോട്ടിൽ പോയി അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഓഫീസറിനെ കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. And if it appears to the officer in charge of police station that there is no sufficient ground for entering on an investigation, he shall not investigate the case. അതായത് ഇങ്ങനൊരു ഒഫൻസ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു കള്ള കേസാണെന്ന് പോലീസിന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇതിൽ കഴമ്പില്ലാന്ന് തോന്നുവാണെങ്കിൽ പോലീസിന് എന്ത് ചെയ്യേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട. പക്ഷേ അതെന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിനെ അറിയിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഞാൻ ബാക്കി ഇതിൻ്റെ മൊത്തത്തിൽ ഞാൻ അടുത്തൊരു ക്ലാസ്സിലെടുക്കാം. കുറച്ച് ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അർജൻറ്റായിട്ടൊരു ആവശ്യം ഉണ്ടായിപ്പോൾ കേട്ടോ, അതുകൊണ്ടാണ്. ഇതോട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, 157, 158, 159 ഒരുമിച്ച് ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. കമൻറ്റ്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ താഴെ പറയുക. ബൈ.